ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു വർക്ക് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം മിക്ക ആൾക്കാർക്ക് അറിയുന്നുണ്ടാവില്ല എൻ്റെ പ്രൊഫഷൻ എന്താണ്. ഞാൻ അധികം അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അപ്പം ഞാനൊരു സ്പീച്ച് തെറപ്പിസ്റ്റ് ആൻഡ് ഓഡിയോളജിസ്റ്റാണ്. ഇപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നത് പയ്യന്നൂർ കരിവള്ളൂർ ബഡ് സ്കൂളിൽ സ്പീച്ച് തെറപ്പിസ്റ്റായിട്ടാണ്. 2 ഇയറായി ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ ഡേ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്, ഇന്ന് നമ്മൾ കുട്ടികളുടെ വീട്ടിലോട്ട് പോകുന്ന ദിവസമാണ്. നമ്മൾ എല്ലാ ഇയറും ഒരു ദിവസം കുട്ടിയുടെ വീട്ടിലോട്ട് പോയിട്ട് അവരുടെ കറൻറ്റ് സിറ്റുവേഷൻസും കാര്യങ്ങളും നോക്കാറുണ്ട്. മെയിനായിട്ട് സ്കൂളിലേക്ക് വരാൻ പറ്റാത്ത കുട്ടികളുടെ വീട്ടിലോട്ടാണ് നമ്മൾ പോകാറ്. നമ്മൾ സ്കൂൾ ബസ്സിലാണ് പോകുന്നത്. പ്രിൻസിപ്പാളും ടീച്ചറും നോൺ ടീച്ചിങ് സ്റ്റാഫ്സും പിന്നെ പാരൻസും പിന്നെ നമ്മൾ 2 തെറപ്പിസ്റ്റ് ഉണ്ട്, ഒരു ഫിസിയോതെറപ്പിസ്റ്റും ഒരു സ്പീച്ച് തെറപ്പിസ്റ്റും. ആദ്യം തന്നെ നമ്മൾ പോകുന്നത് അമിത്തിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ബഡ് സ്കൂൾ എന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് അറിയുന്നുണ്ടാവും, കുറച്ച് പേർക്ക് അറിയുന്നുണ്ടാവില്ല. ബഡ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്നതാണ്. അതായത് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് വേണ്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ബഡ് സ്കൂൾ. അതുകൊണ്ട് തന്നെ നമ്മളെ സ്കൂളിൽ ഏകദേശം 50 കുട്ടികളോളം സ്ട്രെങ്ത്ത് വരുന്നുണ്ട്. പക്ഷേ അതിൽ കുറച്ച് കുട്ടികൾക്ക് സ്കൂളിലോട്ട് വരാൻ പറ്റാത്ത അവസ്ഥയാണ്. കുറച്ച് പേര് ചിലപ്പോൾ ബെഡ് റിഡൺ ആവാം, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് നടക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടാവാം, ചിലവർക്ക് പെട്ടെന്ന് ഫിറ്റ്സ് വരുന്ന ടൈപ്പാവാം. അതുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് വരാൻ പറ്റാത്ത സിറ്റുവേഷനുള്ള കുട്ടികളുണ്ട്. അപ്പം അങ്ങനെയുള്ള കുട്ടികളുടെ വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളെല്ലാവരും കണ്ടപ്പോൾ തന്നെ അമിത് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഗിഫ്റ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ കുട്ടികൾക്കും നമ്മൾ ഗിഫ്റ്റും കൂടി വാങ്ങിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി പോകുന്നത് വൈഷ്ണവിയുടെ വീട്ടിലേക്കാണ്. അപ്പോൾ ഞാനിങ്ങനെ പേരൊക്കെ പറയുമ്പം ചിലവർ പറയുമായിരിക്കും എന്തിനാണ് കുട്ടിയുടെ ഫേസും പേരൊക്കെ റിവീൽ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത്. നമ്മളും ഈ കുട്ടികളെ നോർമലായിട്ട് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവരെ പാരൻസിൻ്റെയും നമ്മുടെ സ്കൂളിലെ സ്റ്റാഫ്സിൻ്റെയും പെർമിഷനോടുകൂടെ തന്നെയാണ് വീഡിയോസും ഫോട്ടോസൊക്കെ ഇടുന്നത്. അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നതും ഡാൻസ് ചെയ്യുന്നതും വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ ഇടുന്നതൊക്കെ അവർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് പറയുന്നവർക്ക് പറയാം, നമ്മൾ കുട്ടികളുടെ സന്തോഷം നോക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വൈഷ്ണവി ഒരുപാട് ഹാപ്പിയായി നമ്മളെല്ലാവരും കണ്ടപ്പോൾ. വൈഷ്ണവി ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ വരാറുള്ളതാണ്, ഇപ്പോൾ കുറച്ച് നാളായിട്ട് വരുന്നില്ല. നെക്സ്റ്റ് നമ്മൾ അബിയുടെ വീട്ടിലേക്കാണ് വന്നത്. ഇവരുടെ എല്ലാവരെയും വീട് ഒരു 1/2 hour ഡിസ്റ്റൻസിലാണ് വരുന്നത്. നമ്മൾ പാരൻസിനെ കൂടാതെ 2-3 കുട്ടികളെയും കൂടി കൂട്ടിയിട്ടുണ്ടായിരുന്നു നടക്കാനൊക്കെ പറ്റുന്നത്. അപ്പം ഇവരുടെ ഫ്രണ്ട്സിനെ കണ്ട സമയത്ത് ഒരുപാട് ഹാപ്പി ആയിരുന്നു. അങ്ങനെ നമ്മൾ അബിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് കുട്ടാപ്പിയുടെ വീട്ടിലേക്കാണ്. ഒരു ദിവസം പോലും ലീവ് എടുക്കാത്ത കുട്ടിയാണ് കുട്ടാപ്പി. പെട്ടെന്ന് ഒരു കൈക്ക് ഫ്രാക്ചറും അതുപോലെ തന്നെ കണ്ണിന് ഒരു സർജറിയും ചെയ്തുകൊണ്ട് കുറച്ച് നാളായി ഇപ്പോൾ സ്കൂളിൽ വരാത്തത്. കുട്ടാപ്പിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഹസൻ ബാക്കിൽ നിൽക്കുന്നത്. അപ്പോൾ ഹസന് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു കുട്ടാപ്പിനെ കണ്ടപ്പം. കുട്ടാപ്പിക്കും അതുപോലെ തന്നെ ഭയങ്കര സന്തോഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമുക്കും ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഓണമൊക്കെ വരാൻ പോകുന്നത് കൊണ്ട് തന്നെ നമ്മളെല്ലാവർക്കും ഡ്രസ്സായിരുന്നു കൊടുത്തിട്ടുണ്ടായത്. ഒരു ഓണപ്പട ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അടുത്ത് നമ്മൾ പോകുന്നത് സഞ്ജുവിൻ്റെ വീട്ടിലാണ്. ആക്ച്വലി പറഞ്ഞാൽ ഞാൻ സഞ്ജുവിനെ ഇതുവരെ കണ്ടിട്ടില്ല. സഞ്ജു കുറച്ച് നാളിലധികമായി സ്കൂളിലേക്ക് വന്നിട്ട് നടക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ്. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് സഞ്ജുവിനെ കാണുന്നത്. കാരണം ഞാൻ ഇപ്പോൾ സ്കൂളിൽ കയറിയിട്ട് 2 years അല്ലേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് സഞ്ജുവിനെ കാണുന്നത്. സഞ്ജുവിനെ ഇങ്ങനെ പിടിച്ചിട്ട് വേണം നടത്തിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പക്ഷെ അവനെല്ലാവരും ഓർമ്മയുണ്ടായിരുന്നു. സഞ്ജുവിനെ കണ്ട ഉടനെ തന്നെ മഹേഷ് ഉണ്ട്, നമ്മുടെ സ്കൂളിലെ വേറൊരു കുട്ടിയാണ്, അവൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ കൂടെ. അവൻ ഓടിപ്പോയി സഞ്ജുവിൻ്റെ അടുത്ത് പോയി കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഇവർ തമ്മിലുള്ള കോൺവെർസേഷനൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. ഭയങ്കര ഒരു നിഷ്കളങ്കമായ കോൺവെർസേഷനാണ് ഇവർ തമ്മിലുണ്ടാകുക. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മളും അതുപോലെ ആയിപ്പോവും.
സഞ്ജുവിൻ്റെ വീട്ടിൽ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ വീട്ടിൽ നിന്നും ചായ വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു. അവസാനം സഞ്ജുവിൻ്റെ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പപ്സ് കഴിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു മടിയും കൂടാണ്ട് പപ്സ് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹോർലിക്സും ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കുടിച്ചിട്ട് നമ്മൾ സഞ്ജുവിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി. ഇനി ഒരു കുട്ടിയുടെ വീട്ടിലോട്ട് മാത്രമാണ്, അല്ല ഇനിയിപ്പോൾ 2 കുട്ടിയുടെ വീട്ടിലോട്ട് പോകാനുണ്ട്. അതിന് മുന്നേ നമ്മൾ സഞ്ജുവിനും ഡ്രസ്സ് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് പ്രണവിൻ്റെ വീടെന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. അതുകൊണ്ട് പ്രണവിനെ ഞാൻ കണ്ടിട്ടുണ്ട് 1-2 പ്രാവശ്യം. അങ്ങനെ ഫൈനലായിട്ട് നമ്മൾ പോയത് കനയ്യയുടെ വീട്ടിലേക്കാണ്. കനയ്യയുടെ പാരൻസ് നോർത്ത് ഇന്ത്യയിലാണ്. കനയ്യയുടെ അച്ഛൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. എവിടെയാണെന്ന് കറക്റ്റ് എനിക്കറിയില്ല. പക്ഷേ ഇവർ നന്നായിട്ട് മലയാളം പറയും. ഇവരെങ്ങനെ ഇങ്ങനെ മലയാളം പഠിച്ചെടുത്തതെന്ന് എനിക്കറിയില്ല. അപ്പം നിങ്ങളുടെ വീട്ടിലോ വീടിൻ്റെ പരിസരത്തായിട്ടോ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അവരെ വീട്ടിൻ്റെ ഉള്ളിൽ ഇരുത്തി വളർത്താമെന്നുള്ളൊരു ചിന്ത ഉണ്ടായിക്കൂടാ. അവർ ഇതുപോലെ സ്കൂളിലേക്കോ അല്ലെങ്കിൽ തെറപ്പി സെൻറ്റേഴ്സിലോട്ടോ നിർബന്ധമായിട്ടും അയക്കേണ്ടതാണ്. കാരണം നമ്മുടെ സ്കൂളിലേക്ക് വന്നിട്ട് ഒരുപാട് കുട്ടികൾക്ക് മാറ്റമുണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരുപാട് സെൻറ്റേഴ്സും ക്ലിനിക്സും ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങളൊരിക്കലും അവരുടെ വീട്ടിനുള്ളിലിട്ടോ അല്ലെങ്കിൽ പുറത്ത് കൊണ്ടാവാതെയോ കളയാൻ പാടില്ല. അവർക്ക് നിങ്ങൾ കാണാത്ത ഒരുപാടധികം ടാലൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂൾ വരുന്നത് കരുവള്ളൂർ പെർളം ഗ്രാമപഞ്ചായത്തിൻ്റെ അണ്ടറിൽ കൂക്കാനത്താണ് ബഡ് സ്കൂൾ വരുന്നത്. അപ്പോൾ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.